ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു എഗ് ബിരിയാണി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാമല്ലോ. അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ കൂട്ടിയിട്ട് പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി മുറിച്ചത് കൂട്ടുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉള്ളി. അതൊന്ന് വാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചത് കൂട്ടുന്നുണ്ട്. അതൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൂട്ടുന്നുണ്ട്. ഒരു കരിവേപ്പില കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയും കൂട്ടിയിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്പൂണ് ഗരം മസാല കൂട്ടിയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ആ മസാലയിൽ കുറച്ച് മുട്ടയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മച്ചായിടുമ്പോൾ അങ്ങനെ മണം അറിയില്ലല്ലേ, അതിനായിട്ട് ഒരു മുട്ട ഇതിൽ പൊട്ടിച്ചിടുമ്പോൾ നല്ല മുട്ടയുടെ മണം ഉണ്ടാവും. അതിലേക്ക് മല്ലിയില കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുട്ട ഇങ്ങനെ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എണ്ണയിൽ അങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്രൈ ആക്കിയത് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ആ കുക്കറിലേക്ക് കൂട്ടുന്നുണ്ട്. അതായിട്ടാകുമ്പോൾ ഞാൻ വറുത്ത് വെച്ച ഉള്ളി കൂട്ടുന്നുണ്ട്. ഉള്ളി കുറച്ച് ഇതിൻ്റെ അടിയിലെല്ലാം കൂട്ടിയിട്ട് ആ മസാലയ്ക്ക് കൂട്ടാൻ വേണമെങ്കിൽ അതായിട്ടാകുമ്പോൾ ഞാൻ കഴുകി വെച്ച അരി ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തതാണ്. ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തത്. അതിൻ്റെ മുകളിലേക്ക് നാരങ്ങയുടെ നീരൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ അത്ര നാരങ്ങയുടെ നീര് കൂട്ടിയാൽ മതി. അതൊന്ന് കൂട്ടിയിട്ട് മസാലയ്ക്ക് ഉപ്പെല്ലാം നേരെ നോക്കിയിട്ടിട്ടാണ്. അതായിട്ടാകുമ്പോൾ മുകളിൽ വറുത്ത് വെച്ച കൊട്ടയും മുന്തിരിയും പിന്നെ ഉള്ളി വറുത്തത് ഇത് ഇത്ര ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് മുകളിൽ മല്ലിയില ഒന്നിട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കാതെ അങ്ങനെ ഞങ്ങളിങ്ങനെ അരിയിട്ടു അതേപോലെ അടച്ചിട്ട് ഞാൻ കുക്കർ വിസിൽ കൂക്കുന്നുണ്ട്. ഒരു വിസിൽ കൂക്കിയിട്ടെടുത്താൽ നിങ്ങളുടെ ബിരിയാണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. താങ്ക് യു.